സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തിയ. സോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹൈഡ് ആൻഡ് സീക്കാണ്. ഹൈഡ് ആൻഡ് കില്ലല്ല, ഹൈഡ് ആൻഡ് സീക്ക്. ഇന്ന് നമ്മളിവിടെ സിൻചാനുണ്ട്, പിൻചാനുണ്ട്, പിന്നെ അവരുടെ കൂട്ടുകാരുണ്ട്. ഇവരുടെയൊക്കെ പേരൊന്നും എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. ഞാൻ ഭയങ്കര വിഷയാന്നൊക്കെ സിൻചാൻ പറഞ്ഞു കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചിട്ട് എല്ലാവരെയും കണ്ടുപിടിക്കണം. ഹൈഡ് ആൻഡ് കില്ലാണെങ്കിൽ എല്ലാത്തിനും തട്ടിക്കളയാനേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ റൂൾസ് അറിയാം. ഞാൻ കണ്ടുപിടിച്ച അപ്പം തന്നെ നിങ്ങൾ ഔട്ടാവും. ലാസ്റ്റ് സർവേ മീൻസ് എ സർപ്രൈസ് എന്ന് വെച്ചാൽ ലാസ്റ്റ് നിൽക്കുന്ന ആൾക്കൊരു വലിയ ഗിഫ്റ്റ് കിട്ടും. ഞാൻ മര്യാദക്കുന്നല്ലേ, നിന്നെ ഞാൻ ഫസ്റ്റ് ഔട്ടാവും. എനിക്കും പറയാനുള്ളൂ, താനൊന്ന് പെട്ടെന്ന് കളി തുടങ്ങും, അല്ലെ കുറെ നേരെ തുടങ്ങിയിട്ട്. ആ ശരിയുടെ കിക്കോ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടാ. നീയും പിഞ്ചാനും നിന്നെയൊക്കെ ഞാൻ ഫസ്റ്റ് ഔട്ടാക്കോളാം. ഇത് എനിക്കിഷ്ടമുള്ള ആളെ ജയിപ്പിക്കണം. കണ്ടാ ഞാൻ പറയുന്ന പോലെ കളി എടുക്കുള്ളൂ ഗൈസ്. സോ ഗൈസ്, നമ്മളങ്ങനെ അവരൊക്കെ വെല്ലുവിളിച്ചിട്ട് നമ്മളിനിയും പോയി എണ്ണാൻ പോവാണ്. എണ്ണ എന്നൊക്കെ വെച്ചാൽ എന്നെ പോലെ എണ്ണം ഗൈസ്. അവൻ 100 തൊട്ട് എണ്ണ 100 തൊട്ട് 100 ഇതെന്താ പറയാനില്ലെന്ന് തെറ്റിപ്പോണം. 100 വരെയാണെന്നൊക്കെ എണ്ണാനുള്ളത്. 1 2 3 4 5 6 7 8. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു 100 വരെ കഷ്ടപ്പെട്ട് എന്നെ തീർത്തിട്ട് ഗൈസ്. അപ്പം നമുക്കിനി നേരെ പോയി ഫസ്റ്റ് തന്നെ ആ പിഞ്ചാനെ, പിന്നെ മറ്റേ അവൻ്റെ പേരെന്താ, കീക്കോ, അവനെ അങ്ങോട്ട് കണ്ടുപിടിക്കുക. ആ തന്നെ ആ കുന്നിൻ്റെ അപ്പുറം പിള്ളേരെ ഇതിൻ്റെ ഉള്ളിൽ തരാം. ആരായാലും ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കല്ലോ, കാരണം അവന്മാരൊക്കെ ഉള്ളമാരല്ലേ. എന്ത് പറയാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലേ. പക്ഷെ വെറുതെ ഇവിടം വരെ ഇറങ്ങി വരണ്ടായിരുന്നു. മര്യാദക്ക് അതിൻ്റെ ഉള്ളിലെങ്ങാനും ആദ്യമേ പോയി നോക്കിയാൽ മതിയായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ പ്ലാൻ അനുസരിച്ച് പോകുള്ളൂ. പ്ലാൻ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഇവിടെ നിന്ന് ആരെയും കിട്ടുമോ ഇല്ലയെന്ന് അറിയട്ടെ. ഇവിടെ ആരുമില്ല. നമ്മൾ വെറുതെ ഒന്ന് ചമ്മിപ്പോയി. ശരി, അകത്തേക്കാനും പോയാൽ മതിയാ. തേടാ അങ്ങനെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് എൻ്റെ ഡോറേമേനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പാവൻ ഡോറേമേൻ അവിടെ ഒന്നും പറയാൻ നോബിറ്റലോടെ ഇരിക്കല്ല നിൽക്കുമായിരുന്നു. എന്നിട്ടും അവനെ നമ്മളങ്ങോട്ട് കണ്ടുപിടിച്ചു. അത് കുഴപ്പമില്ല, അവൻ എൻ്റെ മുമ്പിൽ ഒന്നും പെട്ടതില്ലേ. ഞാൻ മനഃപൂർവ്വം പോയി കണ്ടുപിടിച്ചതല്ല. ഞാൻ കണ്ടുപിടിക്കാൻ നോക്കണം പിഞ്ചാനെയും കീക്കോനെയാണ്. സോ ഗൈസ്, ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിയിട്ട് ഒരുത്തനും ഇല്ല. അപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോയി ഇവിടേക്ക് നോക്കാം. ഫസ്റ്റ് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ പുറത്തൊക്കെ നോക്കണം, പിന്നെ അകത്തേക്ക് കയറണം, പിന്നെ ഫസ്റ്റ് ഫ്ലോർ അങ്ങനെ പോകണം. ഇതെന്താ ഈ സെൻസറുകൾ ഡോർ തുറന്ന് കിടക്കണം. ഇവിടെ ആരെയും ദേടെ നമ്മളെ മസാല കൂടെ കരഞ്ഞോണ്ട് എടാ ഹൈഡ് ആങ്കില്ല, ഹൈഡ് ആൻഡ് സീക്കുക. അപ്പോൾ നിന്നെ കണ്ടുപിടിച്ചിട്ട് ഞാൻ പോവുക, അത്രേ ഉള്ളൂ. സോ ഗൈസ്, ഞാൻ പറഞ്ഞില്ല, പേടിച്ചു പോയി. സോ ഗൈസ്, നമ്മളിവിടുത്തെ സ്ഥലം മൊത്തം സെൻസറാണ്. ഇത് ഞാൻ മേടിച്ച സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വാടകയ്ക്കെത്താൻ ഗൈസ്. എന്തായാലും ഇവിടെ ഫുള്ള് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനിയും നമ്മുടെ പിഞ്ചാനെ അല്ലെങ്കിൽ ശിവേലല്ലാണ്ട് കിക്കോനെ കണ്ടുപിടിക്കാം. ഇവിടെ ഹെലിപ്പാഡൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ വാടകയ്ക്ക് എടുക്കുമ്പോൾ ഫുള്ളായിട്ടാണ് കിട്ടണത്. എന്താ വെച്ചാൽ ഈ ഹെലികോപ്റ്ററൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ ലാലിക്കാം. സോ ഗൈസ്, ഇനി നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സോ ഗൈസ്, അവിടെ ഒരാളുണ്ടായിരുന്നു, നോബിത്ത് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് അവനില്ലേ എന്നെ കണ്ട് ഓടിക്കാണില്ലേ. പിന്നെ ഞാൻ ഓടിച്ചിട്ട് കഷ്ടപ്പെട്ട് പിടിച്ചാണ്. അത് കാരണം അവനെ വീഡിയോയിൽ കിട്ടിയില്ലേ. പിന്നെ നമുക്കിനിയും പതിയെ ഇൻറ്റീരിയറിലേക്ക് മൂവ് ചെയ്യാം. എന്ന് വെച്ചാൽ വീടിൻ്റെ അകത്തേക്ക് കയറി തുടങ്ങാം ഗൈസ്. വീടിൻ്റെ ഇന്ത്യ എന്ന് വെച്ചാൽ ഇവിടെ കൊട്ടാരം പോലെ കുറേ സ്ഥലമുണ്ട്. കണ്ട ഇതാണ് ഹോളെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ വേറെ ലെവൽ സ്ഥലമാണ്. ആരുടെയൊക്കെ പടമൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട സെൻസർ ഡോറാണ്. സോ ഗൈസ്, ഇതാണൊരു ലക്സറി ബാത്റൂം എന്ന് പറയാൻ പറ്റില്ല. ബാത്റൂം, സ്വിമ്മിങ് പൂൾ, അത് എടാ കസാമേനെ നിന്നെയും കണ്ടുപിടിച്ചു ഗൈസ്. സോ ഗൈസ്, അങ്ങനെ അൺഎക്സ്പെക്റ്റഡായി കസാമേനെ കണ്ടുപിടിച്ച്. ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാൻ. ഇതെന്ന് വെച്ചാൽ എന്ത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല സത്യമാണ്. ഇവിടെ എന്തോ ഒരു ജ്യൂസ് കടയൊക്കെ ഉണ്ട്. ജ്യൂസ് വിൽക്കാൻ ആളുമില്ല, അല്ലേ ഞാൻ മേടിച്ച് കുടിച്ചേനെ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല ഗൈസ്, സത്യം പറയാല്ല. പിന്നെ വേണ്ട, സെൻസർ ഡോറാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് മക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ആളുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു മക്ഡൊണാൾഡ്സ് കഴിച്ചിട്ട് പോകലായിരുന്നു ഗൈസ്. ഇപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് വിളിക്കാം. ഞാൻ പേടിച്ച് പോയി. സോ ഗൈസ്, ഇപ്പം എന്തായാലും മൂക്കട്ട കുട്ടനല്ല, പൂച്ചാണ്, അങ്ങനെ കണ്ട അവൻ്റെ പേര്. അപ്പം അവനെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ വരെ വന്നിട്ട് ആ കീക്കോനെ കണ്ടിട്ടില്ല, പിഞ്ചാനെ കണ്ടിട്ടില്ല. പക്ഷെ എന്ത് പറയാനാണ്. സോ ഗൈസ്, ഇത് നെയ്നിയാ. പക്ഷേ ഒരു പടിക്ക് 2 പക്ഷി. വെറുതെ ഇവിടം വരെ വന്നു. അപ്പം പോച്ചാനെ നെയ്നീനെ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച്. ഇവരൊക്കെ പക്ഷെ ഇവരൊക്കെ ആ പിഞ്ചാൻ ജയിപ്പിക്കാൻ നോക്കണം ചെറിയൊരു സംശയം. കാരണം ഇവരൊക്കെ ഞാൻ കാണുന്നിടത്ത് വന്ന് ഒളിച്ചു കണ്ട. ഇത് ഇവിടെ ഒരു 100 ഇഞ്ച് സൈസ് TV, ഇവിടെ പിയാനോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക്
ഇതെന്ന് വെച്ചാൽ വലിയൊരു സ്ഥലമാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അത് ഇത്രയേ ഉള്ളൂ. ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് ശരിക്കുള്ള സംഭവം. കാരണം ഇവിടെയൊക്കെ കണ്ടുപിടിക്കാൻ നല്ല പണിയാണ്. ഇത് ഒരു മ്യൂസിക് സ്റ്റുഡിയോ ആണ്. ഇവിടെ ആരും വിളിക്കാൻ ചാൻസ് കുറവാണ്. ബാത്റൂമിൻ്റെ അപ്പുറത്ത് കാടാണ്. ഇതൊക്കെ എന്താണ് ഈ വീട്ടിൽ എനിക്കറിയില്ല. നമുക്കിനി ഇങ്ങോട്ടും പോയി നോക്കാം. ഇവിടെ ഒന്നും ആരും ഉണ്ടാവില്ല. എന്തായാലും നോക്കാം. ആടാ കിക്കോ, ഞാൻ നിന്നെ കണ്ടുപിടിച്ചോ. ഈ ഫ്രാങ്ക്ലിൻ ബേനെ കണ്ടുപിടിച്ചല്ലോ. എടാ ഈ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് കളിച്ച് ഇങ്ങനെ ഇരിക്കും. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ കിക്കോനെ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് താജെന്ന് വെച്ചാൽ പിഞ്ചാനാണ്. ഇവർ രണ്ടുപേരും മെയിനായിട്ട് കണ്ടുപിടിക്കാൻ പോയപ്പോഴാണ് ബാക്കി എല്ലാവരും എൻ്റെ കൺമുമ്പിൽ വന്ന് കേട്ടത്. എന്ത് പറയാൻ, എല്ലാവരും പ്രോയായിപ്പോയി. സോ ഗൈസ്, ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാവരും എന്നെ പേടിച്ചിട്ട് ഒളിച്ച സ്ഥലത്തു നിന്ന് മാറിയിട്ട് വീണ്ടും ഓടിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും നമ്മളിവ എല്ലാ റൂമും എക്സ്പ്ലോർ ചെയ്യും. കാരണം ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ തന്നെ TV, സ്പീക്കർ എന്തൊക്കെയാണ്. ഇവിടെ ആരുമില്ല. ഹലോ ഇത് ഞാൻ തന്നെ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കീക്കോൻ്റെ ഫ്രണ്ട് ശിവേനെ കണ്ടുപിടിച്ചിട്ടുണ്ടാ. ശിവ, നിന്നെ ഞാൻ ഔട്ടാക്കിയടാ. ഇത് പറയുന്ന ചെറുക്കം പേടിച്ച് പോയെന്ന് തോന്നുന്നു. അവിടെ ശവൻ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ആരൊക്കെയുള്ള ഗൈസ്, ഇനി ഷിൻചാനും പിഞ്ചാനും. ദൈവമേ, പിഞ്ചാനെ കണ്ടുപിടിച്ചാൽ തോറ്റു പോവുക. ഒരു മിനിറ്റ്, ഇവിടെ ആരും ഇല്ലല്ലോ. സോ ഗൈസ്, ഇവിടെ ആരും ഇല്ല. ഇനി ഇവിടെ കക്കൂസിലും കൂടെ കയറി നോക്കിയാൽ മതി. എടാ ഷിൻചാനാ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഷിൻചാനെ ഔട്ടാക്കിയിട്ടുണ്ട്. സോ ഗൈസ്, ദ വിന്നർ ഈസ് പിഞ്ചാൻ. പക്ഷേ നമ്മൾ പിഞ്ചാനെ കണ്ടുപിടിക്കണം, എന്നാലല്ലേ അതിന് പ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിനി കഷ്ടപ്പെട്ട് പിഞ്ചാനെ കണ്ടുപിടിക്കണം ഗൈസ്. എന്ത് പറയാനാണ്. സോ ഗൈസ്, ഇവിടെയെങ്ങും അവനില്ല. ഈ കക്കൂസിലങ്ങനെ ഉണ്ടാ? ഇവിടെ ഇല്ലേ? പിഞ്ചാൻ ഭയങ്കര ബുദ്ധിപരമാണ്. അവൻ കീക്കോനെ പോലെ വായത്താളം മാത്രമല്ല, ശരിക്കും അവൻ ചെയ്യുകയും ചെയ്യും. എടാ പിന്നെ എവിടെ പോയി വിളിച്ച വില പൊട്ടക്കിണറ്റിന് ചാടിയാവും. ഇതാ കടലിൽ കയറി ചാടി അങ്ങോട്ട് വിളിച്ചാ അതേ എടുക്കണം. സോ ഗൈസ്, പിഞ്ചാനാണ് നമ്മുടെ വിന്നർ. സമ്മതിച്ചു. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പിഞ്ചാനാണ് വിന്നർ. ഇത് സമ്മതിച്ചത് പിഞ്ചാൻ. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കണം? അതൊക്കെ സമ്മതിച്ച്. നിനക്കെന്താ നിന്റെ പ്രൈസ് എന്നറിയാവോ? കുഴപ്പമില്ല. എന്നാലും നമ്മുടെ പിഞ്ചാൻ്റെ പ്രൈസാണ് ഗൈസ് ഒരു യെല്ലോ കളർ BMW. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അത് നമ്മൾ അന്ന് ഒരു ദിവസം ബ്ലാക്ക് BMW അടിച്ചു മതിയില്ലേ, അത് റീപെയിൻറ്റ് ചെയ്ത് ചെറുക്കന് കൊടുത്തേക്കാം. അതൊക്കെ മതി അവന്. എന്തായാലും നമുക്ക് കയറി പെട്ടച്ചു വിട്ടേ ഗൈസ്. അപ്പോൾ പിഞ്ചാനെ സൂക്ഷിച്ചോടിച്ച് വെക്കോട്ടെ നീ.